നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രമീള മാം, വെരി ഗുഡ് ഈവനിങ്. എന്താണ് ഈ മാട്ടുമന്തയിൽ സംഭവിച്ചത് പൊതു ശ്മശാനത്തിൽ? ഒന്നും സംഭവിച്ചിട്ടില്ല. അതൊരു പൊതു ശ്മശാനമാണ്. അത് പൊതു ശ്മശാനത്തില് ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കാരണം അവിടെ കള്ളുകുപ്പികളും വെള്ളക്കുപ്പികളും സിറിഞ്ചുകളുമാണ് അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അപ്പൊ നിലവിൽ മാട്ടുമന്ത ശ്മശാനത്തിൽ സംസ്കരിക്കാൻ താല്പര്യമുള്ള കുടുംബങ്ങൾ ഇന്ന് പല ഭാഗത്തും ഉണ്ട്. കാരണം അവിടെ മറ്റേ ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഗ്യാസ് ക്രിമിറ്റോറിയം അല്ല, അവിടെ സാധാരണ വിറക് കത്തിച്ച് സംസ്കരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് അവിടെ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട് NSSകാര് അവിടെ ഒരു ഷെഡ് കെട്ടണമെന്ന് ആവശ്യപ്പെട്ട് പാലക്കാട് കൗൺസിൽ അത് അനുവദിച്ചു കൊടുത്തു. ആ അനുമതിയുടെ പേരില് അവര് ആ 20 സെന്റാണ് അവർക്ക് അനുവദിച്ചു കൊടുത്തത്. പാടുണ്ടോ മാം? ഒരു എന്താണ് ഇനി ആര് വേണേ ഏത് സംഘടന വന്നോട്ടെ ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അവിടെ ബ്രാഹ്മണ സമൂഹത്തിന്റെ ഉണ്ട്, നെടുങ്ങാടി സമൂഹത്തിന്റെ ഉണ്ട്, NSSകാരുടെ ഉണ്ട്. ഇനിയിപ്പോ ആര് വേണോ? പൊതു ശ്മശാനത്തിൽ ഒരു ഷെഡ് കെട്ടാനാണ് അനുമതി കൊടുത്തിരിക്കുന്നത്. സംശയമല്ല, ഒരു ജാതി സംഘടന കെട്ടുന്ന ഷെഡിലേക്ക് മറ്റ് ജാതി സംഘടനയിൽപ്പെട്ടവരുടെ എല്ലാവർക്കും പോവാം. അവിടെ ഒരു ജാതിക്ക് ഒരു പ്രശ്നമേ ഇല്ല. അവിടെ പൊതു ശ്മശാനമായതുകൊണ്ട് സ്പോൺസർ ചെയ്യുകയാണോ ഈ കെട്ടിടം? അതെ NSS എല്ലാ സമുദായക്കാർക്കും അവിടെ പോവാം, എല്ലാ സമുദായക്കാർക്കും അവിടെ പോകാം. പക്ഷേ അവിടെ കാണിക്കുന്നില്ല. അതായത് അവിടെ ഒരു ബോർവെല്ല് കുഴിക്കുന്നുണ്ട്, ബോർവെല്ലിനോട് സംബന്ധിച്ച് ഒരു മോട്ടർ വെക്കുന്നുണ്ട്. ആ മോട്ടറിന്റെ കുറെ സ്ഥലമാണ് അവിടെ. ഇപ്പോ സാധാരണ പഴയ ശ്മശാനത്തില് ഇത് സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞാൽ പുഴയിൽ പോയി കുളിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. മുനിസിപ്പാലിറ്റിക്ക് അത് ചെയ്യാനുള്ള ഫണ്ടില്ലാത്ത കാരണം ഒരു സമുദായ സംഘടന അവിടെ നമ്മുടെ അടുത്ത് വന്നു. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് അവരോട് പറഞ്ഞു, ഇത് സമുദായത്തിന് ഒറ്റയ്ക്ക് തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഷെഡ് കെട്ടുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് നമ്മൾ അവിടെ കൊടുത്തത്. അതൊരു ശ്മശാനം തന്നെയാണ്. എല്ലാ ജാതിക്കും അവിടെ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും അവിടെ സംസ്കരിക്കാൻ. പബ്ലിക് പ്രോപ്പർട്ടി അല്ലേ? ആ പബ്ലിക് പ്രോപ്പർട്ടിയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ആണ് 6.25 ഏക്കർ സ്ഥലം അതിനകത്തുണ്ട്. ഈ 20 സെന്റ് മാത്രമല്ല അവിടെ ഉള്ളത്. ഈ 20 സെന്റിനുള്ളിൽ മാത്രമാണോ മതിൽ കെട്ടുന്നത്? 20 സെന്റ് ഒന്ന് വെറുതെ അവര് കൊടുത്ത സ്ഥലം ഒന്ന് ബൗണ്ടറി തിരിക്കുന്നു എന്ന് മാത്രമേ. എന്തിനാണ് ആ ബൗണ്ടറി തിരിക്കുന്നത് മാം? അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അവിടെ മോട്ടർ വെച്ചിട്ടുണ്ട്. അവിടെ മോട്ടർ വെച്ചിട്ടുണ്ട്. സ്ഥലം കൊണ്ട് അത് എടുത്തു പോവാൻ സാധ്യതയുണ്ട്, എടുത്തിട്ട് പോവാൻ സാധ്യതയുണ്ട്. മോട്ടറുണ്ട്, പൈപ്പ് ലൈൻ വെക്കുന്നുണ്ട്. ഇതെല്ലാം അവര് സാമൂഹ്യ വിരുദ്ധർ കൊണ്ടുപോകരുത്, അതിനൊരു സേഫ്റ്റി ആയിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് അത് ചെയ്യുന്നത്. അല്ല, അപ്പൊ ആ ബൗണ്ടറിക്ക് പുറത്ത് മറ്റു സമുദായക്കാരുടെ സംസ്കാരം നടക്കുക, ബൗണ്ടറിക്കുള്ളിൽ സംസ്കാരം നടക്കുക? അങ്ങനെയില്ല. NSS മാത്രമാണെന്ന് പറഞ്ഞിട്ടല്ല ചെയ്തിരിക്കുന്നത്. NSS അവിടെ ഒരു ഷെഡ് കെട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ സമുദായക്കാർക്കും അത് യൂസ് ചെയ്യാം. ഒരിക്കലും അവിടെ വൃത്തിയായിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, എല്ലാ ജാതി മത ഭേദമന്യേ ഈ സംസ്കാര ചടങ്ങിന് ഈ ഷെഡ് ഉപയോഗിക്കാവുന്നതാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, അത് അങ്ങനെ ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം കൊടുത്തതിനകത്തൊരു പിശക് കാണുന്നില്ല? അവിടെ കൊടുത്തിട്ട് ബ്രാഹ്മണ സമുദായത്തിന് കൊടുത്തിട്ടുണ്ട്, നേരത്തെ നെടുങ്ങാടിക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ SNDP അവർ സ്പോൺസർ ചെയ്യണമെങ്കിൽ അവർക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇനി ഏത് ജാതി തന്നെ ഇത് ജാതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ല ഇവിടെ. മുനിസിപ്പാലിറ്റി ചെയ്തിരുത്താൽ മതിയായിരുന്നില്ലേ? ഇവരുടെ പൈസ വാങ്ങി മുനിസിപ്പാലിറ്റി ചെയ്താൽ പോരായിരുന്നു. അത് ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കാരണം NSS സ്പോൺസർ ചെയ്യുന്ന പണം വാങ്ങി മുനിസിപ്പാലിറ്റി ചെയ്താൽ ഈ നിങ്ങൾ വെറുതെ ജാതി പ്രശ്നം ഉണ്ടാക്കണ്ട. ഇവിടെ ഞങ്ങൾ ജാതി പറഞ്ഞിട്ടല്ല കൊടുത്തിരിക്കുന്നത്. ഇത് പാലക്കാട് നഗരസഭയുടെ പൊതു ശ്മശാനത്തില് ആർക്ക് വേണമെങ്കിലും അവിടെ ചെയ്യാം. അതിനൊരു സഹായം വേണ്ടി അവരുടെ പൊതുശ്മശാനമായതുകൊണ്ടും ആ പൊതുശ്മശാനത്തിൽ മതിലിപ്പോൾ കെട്ടുന്നത് ഒരു ജാതി സംഘടന ആയതുകൊണ്ടുമാണ് എന്റെ ചോദ്യം. അവർക്കൊരു 20 സെന്റ് അനുവദിച്ചു കൊടുത്തപ്പോ അവര് ആ ബൗണ്ടറി തിരിക്കാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ ബൗണ്ടറി പൊതുശ്മശാനത്തിൽ തിരിക്കാൻ ഒരു ജാതി സംഘടനയ്ക്ക് കഴിയുമോ? ല്ലേ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്തിനാ അതിലിങ്ങനെ വിഷമിക്കുന്നത്? പൊതുശ്മശാനായതുകൊണ്ട് പൊതുശ്മശാനം ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണെന്നാണ് ഞാൻ പറയുന്നത്. മുനിസിപ്പാലിറ്റിയിലെ എഞ്ചിനീയറെ കൊണ്ട് കെട്ടിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഈ വിരോധമില്ല.
നമ്മളിപ്പോ അത് അവര് കെട്ടുന്ന വിവരം നമ്മൾ ഇന്ന് രാവിലെയാണ് അറിയാൻ കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മുനിസിപ്പാലിറ്റി കെട്ടിത്തരാന്ന് പറഞ്ഞിട്ട് അവര് സ്പോൺസർഷിപ്പോട് കൂടെ ഇപ്പൊ അടുത്ത ആഴ്ച നമ്മളുടെ തൽക്കാലം മതിൽ നിർമ്മാണം നിർത്തിവെച്ചു, പകരം മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കും. അതെ 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 ശരി, അതെ. താങ്ക് യു.